ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലുള്ള സംഭവം എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഉണക്ക ബീഫാണ് കേട്ടോ. നമ്മളിങ്ങനെ നൈസായിട്ട് മീറ്റ് ചീന്തി എടുത്തോ അങ്ങനെ ഉണക്കിയെടുക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയ ബീഫാണ് ഇത്. ഞാൻ ചെയ്തതല്ല കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട് അങ്ങ് നോർത്തുനിന്ന് കൊണ്ടു തന്നതാണ്. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു 3-4 മണിക്കൂർ ഇട്ടു. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും, മറ്റേ ഡ്രൈ ആയി നിൽക്കല്ലേ. അങ്ങനെ എടുത്ത് ചീന്തി എടുത്തതാണ്. ഞാൻ സാധാരണ വെക്കുമ്പോൾ ഇത് കത്തിയോണ്ട് മുറിക്കില്ലായിരുന്നു, പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ ചീന്തി എടുത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. മറ്റേ കത്തിയോണ്ട് മുറിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ മുറിക്കാതെ ഇപ്രാവശ്യം ചീന്തി എടുത്തു. എന്നിട്ട് അത് നല്ലപോലെ കഴുകിയിട്ട് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് എന്താ പറയുക, കുക്കറിൽ കുറച്ച് വിസിൽ അടുപ്പിച്ച് ഒരു 3-4 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാറുണ്ടോ. അപ്പോൾ ഞാൻ ഇതിന് റോസ്റ്റ് മോഡൽ ഉണ്ടാക്കാനാണ് പോകുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചതച്ചു. പിന്നെ മറ്റേ വറ്റൽമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ടു. അങ്ങനെ നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവണ വരെ ഞാനിതിങ്ങനെ വഴറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ കറിവേപ്പില ഇട്ടു. അതും നല്ലതുപോലെ മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത് നല്ലൊരു പരുവായി കഴിഞ്ഞപ്പോൾ ഒരു കുറച്ചുകൂടി നല്ല ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ച ഈ ഡ്രൈ മീറ്റ് ഉണ്ടല്ലോ അത് അങ്ങ് ചേർത്തു. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ഇറങ്ങി വന്ന് നമ്മൾ വേവിക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ഞാൻ ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ വെള്ളം കുറച്ചുണ്ട്. അത് ഈ ചട്ടിയിൽ നിന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടട്ടെ. അങ്ങനെ ഞാൻ ഇത് ഇങ്ങനെ തന്നെ അധികം മസാല ഒന്നും ചേർക്കാതെ ഈ കുരുമുളകും ഉപ്പും മാത്രം മതി എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു കുറച്ച് ഉപ്പും മല്ലിമുളകും മഞ്ഞളൊക്കെ ചേർക്കണമെന്ന്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ചേർക്കാമെന്ന് വെച്ചിട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു ഇഷ്ടം. ഇങ്ങനെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഹസ്ബൻഡ് അത് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനങ്ങനെ മാറ്റി കുറച്ച് മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് നല്ലതുപോലെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ആവണ വരെ അത് ഇത് മസാലയൊക്കെ ഇതിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ച് പിന്നെ എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കിയെടുത്തു. അപ്പോൾ ഒത്തിരി നല്ല കറുത്ത കളറിൽ ബീഫായി വരില്ലേ, അങ്ങനെ ആയി വന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇത്ര കുറഞ്ഞ മസാലയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് മുന്നൊക്കെ ചെയ്തപ്പോൾ സാധാരണ നമ്മൾ ബീഫ് വയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് കൂടുതൽ മസാലയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ചെയ്തത്. ഞാൻ പ്രാവശ്യം ഗരം മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തില്ല. നല്ല റോ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ ഉപ്പും മുളകൊക്കെ കിട്ടുമ്പോഴാണല്ലോ കുറച്ചുകൂടി നന്നാവുക. ഇങ്ങനെ ഡ്രൈ ചെയ്തെടുത്ത മീറ്റ് എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയാണ് ഇങ്ങനെ രണ്ടാമത് ഇട്ടിട്ട്. ഏതായാലും ഇത് നല്ല രസത്തിലായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് മക്കൾക്കും ഇഷ്ടമായി കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ കൂട്ടിയത് നല്ല ചോറ്, മോരുകറി, പപ്പടം, ചീര ഉപ്പേരി കൂട്ടത്തിൽ ഈ ഡ്രൈ റോസ്റ്റ് ബീഫും കൂടി ചേർത്തിട്ടാണ് കഴിച്ചത്. നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. മക്കളെല്ലാവരും നല്ലോണം കഴിച്ചു. ഒരു ഫ്രണ്ടിന് കൊടുത്ത് അയക്കുകയും ചെയ്തു കുറച്ച്. ഏതായാലും നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ എന്ന് പറയണം. എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് പറയണം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.